പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അടുത്ത ശനിയാഴ്ച നമ്മൾ വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിത്തീസിനെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. വിശുദ്ധിക്ക് പുതിയ സമവാക്യങ്ങൾ രചിച്ച 15 വയസ്സുകാരനായ കാർലോ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുക, പരിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള തൻ്റെ ഹൈവേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആധുനിക യുഗത്തിലെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെല്ലാം ദൈവമഹത്വത്തിനായി ഉപയോഗിച്ച വ്യക്തിയെ ഈ കാലഘട്ടങ്ങളിൽ സ്മരിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. എൻ്റെ ഇടവകയിലെ കുറച്ച് നല്ല കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പള്ളി വരാൻ സാധിക്കാത്തവരെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വന്ന് കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഞാൻ പറയും, ഈ കാർലോസ് അക്വിത്തീസിനെ പോലെ ആധുനിക വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കൊച്ചു സൽകൃത്യങ്ങൾ, അവരുടെ ജീവിതശൈലിക്ക് ഇണങ്ങുന്ന പ്രത്യേക ആധുനിക സൗകര്യങ്ങൾ ഉള്ള ഇന്നത്തെ ലോകത്തെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവികാരണത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് മുന്നേറുന്ന മിടുക്കന്മാരും മിടുക്കികളുമുള്ള ഒരു കൊച്ചിടവകയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ മക്കളൊക്കെ ഞാൻ പറയും ഈശോയ്ക്ക് അനുരൂപരായി, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ജീവിക്കും. അവരുടെ മാതൃക മറ്റുള്ളവർക്ക് മാതൃകയായി തീരും. അങ്ങനെ നമുക്കും പുതിയ മേഖലകളിൽ പുതിയ വിശുദ്ധരെ, പുതിയ ശൈലിയിലും വ്യത്യസ്തയിലുമുള്ള കുഞ്ഞുമക്കൾ, ദൈവത്തിന് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ഉണ്ടാകുന്നതിനായിട്ട് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന, ഇതിൽ സംബന്ധിക്കുന്ന ലോകത്തിലെങ്ങുമുള്ള എല്ലാ മാതാപിതാക്കന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടേതായ ശൈലിയിൽ, പ്രത്യേകതയിൽ, വിശുദ്ധിയിൽ രൂപപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവികാനനാഥൻ അതിനെ നമ്മളെ സഹായിക്കട്ടെ. ദിവികാനനാഥൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനാവുകയുള്ളൂ. അതുകൊണ്ട് ദിവികാനനാഥൻ്റെ ആശീർവാദം അവിടുത്തെ തിരുസന്നിധിയിൽ എളിമയോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്